ആ ക്ലാസ് ആദ്യമായിട്ട് ഞാൻ കേട്ട ഒരു ക്ലാസ് എന്ന് പറയുന്നത് അബ്രാസ് സാറിൻ്റെ ഫിസിക്സാണ് ആദ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ട് കോളേജിലുള്ള ഇപ്പോൾ പ്രീ ഡിഗ്രി ബാച്ച്, എൻ്റെ പ്രീ ഡിഗ്രി ബാച്ച് ഒരുപാട് കാലം ശ്രമിച്ചു നോക്കിയാൽ പ്രീ ഡിഗ്രി ബാച്ചിനെ ഒന്ന് സംഘടിപ്പിക്കാൻ സാധിക്കും. ഇവിടെ 65 കുട്ടികൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. 65 കോളേജ് സ്റ്റാർട്ട് ചെയ്ത ബാച്ചിലെ കുട്ടികൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും 75 കുട്ടികളെ സംഘടിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ അപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് ഞാൻ നിങ്ങളെയാണ് അഭിനന്ദിക്കുന്നത്. ഈ കൂട്ടായ്മ വലിയൊരു കൂട്ടായ്മയാണ്. ഇത് വളരെ നേരത്തെ ഉണ്ടാവേണ്ടതായിരുന്നു. എങ്കിലും ഈ സമയത്തെങ്കിലും ഞങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആ സമയത്തുള്ള ആളുകളുടെ പ്രീ ഡിഗ്രി എന്നൊക്കെ പറയുന്നത് 95 കുട്ടികൾ നിങ്ങൾക്കറിയാം എത്ര കുട്ടികളുണ്ടെന്നുണ്ട്. ആ സമയത്ത് ഈ പ്രീ ഡിഗ്രി മുഴുവൻ ബാച്ചുകളും മെയിൻ ബ്ലോക്കിലും അതുപോലെ ഇവിടെയൊക്കെയായിരുന്നു, ഷിഫ്റ്റായിരുന്നു എന്ന് ഓർമ്മയുണ്ടാവും. ഇതിനിടെ ഇതുപോലൊരു കുട്ടികളുടെ സംഘം ഉണ്ടായപ്പോൾ 83-ലാണ് ഞങ്ങളുടെ സന്തോഷത്തിൽ ഭാരതത്തിൻ്റെ 19ാം സ്വാതന്ത്ര്യ ദിനത്തിൽ കൂടി ഞങ്ങളിവിടെ മീറ്റ് ചെയ്യുന്നു. സ്വാതന്ത്ര്യ ആഘോഷം എന്ന് പറയുന്നത് സ്കൂളുകളെ ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെയുള്ള ടീച്ചേഴ്സ് അധികവും സ്കൂളിൽ പങ്കെടുത്തുകൊണ്ടതിന് ശേഷമാണ് ഇവിടെ എത്തേണ്ടത്. പക്ഷേ നമ്മൾ എന്തുകൊണ്ടെന്ന് അറിയില്ല, കോളേജിലെത്തുമ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് മറക്കുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് കോളേജുകളിൽ പലപ്പോഴും എല്ലാ കോളേജിലും നമ്മുടെ കോളേജില്ല, ഒരു നാമമാത്രമാണ്. ഇവിടെ ഒരു വലിയ നിർബന്ധമൊന്നുമില്ല. എനിക്ക് വല്ലാത്ത സങ്കടമാണ് ആ കാര്യത്തിൽ. ഇവിടെ NCC കേഡറ്റ്സ് വരും, പ്രിൻസിപ്പൽ പതാക ഉയർത്തും, കഴിഞ്ഞു സ്വാതന്ത്ര്യ ദിനാഘോഷം തുടങ്ങിയത്. ശരിക്കും ഇതെല്ലാം കമ്പൽസറി ആയിട്ട് എല്ലാ ടീച്ചർമാരെയും എല്ലാവരെയും വരാൻ പറഞ്ഞുകൊണ്ട് എല്ലാ വർഷവും വളരെ സമുചിതമായിട്ട് ആഘോഷിക്കുകയാണ്. നമുക്ക് നേടിത്തന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നമ്മളൊക്കെ ഓരോന്ന് ആസ്വദിക്കേണ്ടതാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും അത്തരത്തിലൊരു ദിവസം നിങ്ങൾക്ക് ഒപ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇവിടെ വരുമ്പോൾ എനിക്കൊരു പേടി എന്താണെന്നല്ലേ, എല്ലാ കുട്ടികളും പഠിപ്പിച്ചിട്ടില്ല. എത്ര പേരെ എനിക്ക് അറിയാമെന്നുള്ള വല്ലാത്തൊരു പേടി ഉണ്ടായിരുന്ന ഒരു ആകാംക്ഷയുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോഴാണ് എല്ലാവരെയും എനിക്കറിയാം, ആളുകളെ എനിക്കറിയാം. പേര് പെട്ടെന്ന് കിട്ടുന്നില്ല എന്നല്ലാതെ എല്ലാവരെയും അറിയാം. കൂടാതെ ഇവിടെ ഇപ്പോൾ സുനിലൊക്കെ ഇരിക്കുന്നത്, രാജീവ് ഇരിക്കുന്നത്, ഇവരൊക്കെ റോട്ടറി പ്രസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവരെയൊക്കെ കാണാൻ പറ്റി. ഇങ്ങനൊരു വേദിയിൽ വെച്ച് പ്രശാന്ത് ഇരിക്കുന്നുണ്ട്. പ്രശാന്ത് എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ് പ്രശാന്ത്. ഇങ്ങനെ ഒരുപാട് എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. അവരൊക്കെ കാണാൻ സാധിച്ചത് ഇത്തരം ഒരു വേദിയിൽ 2 വാക്ക് സംസാരിക്കാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം. ഈ കൂട്ടായ്മ അങ്ങനെ തുടരട്ടെ. എല്ലാ വർഷവും നമ്മൾ മീറ്റ് ചെയ്യുക. ഇതുപോലുള്ള ബാച്ചുകൾ മീറ്റ് ചെയ്താൽ നെക്സ്റ്റ് ഇയർ പോലെ മീറ്റ് ചെയ്യുന്നത് ഈ കൂട്ടായ്മ തുടർന്നുകൊണ്ട് ഇവിടെ ഒത്തുചേർന്ന സഹപാഠികളുണ്ട്. ആക്ച്വലി ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്തൊരു പ്രത്യേക വ്യക്തിയെ, അദ്ദേഹത്തിന് വേറെ സ്ഥലത്ത് പോകാനുള്ള അദ്ദേഹത്തിന് എത്താൻ പറ്റിയില്ല. അദ്ദേഹമായിട്ട് വെൽക്കം അഡ്രസ് ചെയ്യാനുണ്ടായിരുന്നത് ഞാൻ പ്രശാന്ത് നായനാണ്. അദ്ദേഹത്തെ വിളിക്കുകയാണ്. ഞങ്ങളുടെ ഗ്രൂപ്പ് ക്യാപ്റ്റന്റെ പോലെ അദ്ദേഹം ഇവിടെ ഞങ്ങൾ 2 കൊല്ലം, അതായത് ഞങ്ങൾ കുറെ പേരൊക്കെ 2 കൊല്ലം കഴിയുമ്പോൾ പയ്യന്നൂർ കോളേജ് വിട്ടു പോയിരുന്നു. കുറച്ച് പേര് ഡിഗ്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം ഞങ്ങളുടെ 2 കൊല്ലം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ നടന്ന ചില നല്ല കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. ആരാധനായ യോഗത്തിന്റെ അധ്യക്ഷ കോളേജ് പ്രിൻസിപ്പൽ മറ്റ് എല്ലാവരുടെയും പേര് എല്ലാവർക്കും എന്നെ അറിയാൻ തോന്നുന്നു. കാരണം അദ്ദേഹത്തിനുള്ള വിദ്യാർത്ഥികൾ ഞാൻ പഠിക്കുന്നത് അങ്ങനെ ചിരിക്കേണ്ട ആവശ്യമില്ല. വളരെ നല്ല വിദ്യാർത്ഥികളുണ്ട്. എല്ലാവർക്കും എന്നെ വളരെ ഭംഗിയായിട്ട് അറിയാം. ഇനി നമ്മുടെ രാഷ്ട്രത്തിന്റെ 69ാം സ്വാതന്ത്ര്യദിന ആഘോഷത്തോടൊപ്പം നമ്മുടെ ഡിഗ്രി ബാച്ച് 89-91 സയൻസ് ബാച്ചിലെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള പങ്കാളിത്തം ഇല്ലെങ്കിൽ കൂടി നമ്മൾ ഏകദേശം കരുതിയിരുന്നത് 110 ആൾക്കാരാണ് വരുന്ന ഒരു സദസ്സിനെയാണ്. അത്ര കണ്ട് പങ്കാളിത്തം ഇല്ലെങ്കിൽ കൂടി ഏകദേശം വളരെ ദൂരെ നിന്ന് എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പയ്യന്നൂർ കോളേജിന്റെ ചരിത്രത്തിൽ ചിലപ്പോൾ ഇങ്ങനെയൊരു സ്വാതന്ത്ര്യ ആഘോഷം ഇതുവരെ നടന്നിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. കാരണം പൂർവ്വ വിദ്യാർത്ഥികളുമായി സഹകരിച്ചുകൊണ്ട്
പൈലറ്റ് കോളേജ് ആദ്യമായി അതിന്റെ ചരിത്രത്തിൽ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷത്തിന് തുടക്കം കുറിക്കുകയാണ്. വരും വർഷങ്ങളിലും ഇതുപോലെ ആകട്ടെ കോളേജിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷം ഇന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ശനിയാഴ്ചകളിലാണ് ഐസ്ക്രീം വിടാറ്, അത് വെള്ളിയാഴ്ചകൾ ഐസ്ക്രീം വിട്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നിർദ്ദേശം നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ആൾക്കാരെയും ഞങ്ങൾ സംഘടിപ്പിക്കുകയും ഒരു ചെറിയൊരു ഒത്തുചേരൽ നടന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം ആ വിദ്യാർത്ഥികൾക്കും ആ സുഹൃത്തുക്കൾക്കും ഇന്നേ ദിവസം ഈ ചടങ്ങിൽ എത്താൻ പറ്റാത്തത് കൊണ്ട് പല സ്ഥലങ്ങളിലും വെച്ച് ഇതിന്റെ കൂട്ടായ്മ നടക്കുന്നത്. ഇന്ന് ഇതേ സമയം US നമ്മുടെ സുഹൃത്തുക്കൾ ഇതേ സമയം ഈ കൂട്ടായ്മ അവിടെ ഇരുന്നുകൊണ്ട് ആഘോഷിക്കുന്നത്. അവരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, ഓൺലൈൻ വിളിച്ചിരുന്നത് അവര് പ്രശാന്ത് ഓൺലൈൻ സ്ട്രീം ചെയ്യണം. ഞാൻ പറഞ്ഞു നമ്മുടെ നാട് ഇപ്പോഴും ഇടാട്ട് തന്നെയാണ്. അവിടെ ഓൺലൈൻ സ്ട്രീം ചെയ്യാൻ ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിന് റിക്കാർഡ് വേർഷൻ നിങ്ങൾക്ക് ഓൺലൈനിൽ ഞങ്ങൾ ഇന്ന് തന്നെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി വൈകുന്നേരത്തെ സമാപന സമ്മേളനത്തോടു കൂടി നമ്മൾ ഓൺലൈൻ സ്ട്രീം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അവസരത്തിൽ എനിക്ക് പൈലറ്റ് കോളേജിൽ ഒരുപാട് ഓർമ്മകൾ, ജീവിതത്തിൽ ഒരുപാട് ഓർമ്മകൾ തന്ന ഒരു കലാക്ഷേത്രമാണ് പൈലറ്റ് കോളേജ്. ചെറിയൊരു പയ്യൻ, നിങ്ങൾ ആരാണെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഫിസിക്സിന്റെ അധ്യാപകനാണ്. ഞാൻ പറഞ്ഞു പരിസർ. അങ്ങനെ മാഷയെ കൊണ്ടുപോയിട്ട് വളരെ ഭംഗിയായിട്ട് ഈ നോവലുള്ള കൊമേഴ്സ് ക്ലാസ് ഫിസിക്സ് ക്ലാസ് എടുപ്പിക്കാൻ കഴിയുന്നത് വളരെ അഭിമാന അങ്ങനെ ചെറിയ ചെറിയ കുരുത്തക്കേടുകൾ ജീവിതത്തിൽ അന്ന് ചെയ്ത കുരുത്തക്കേടുകളാണെങ്കിലും ജീവിതത്തിലെ കൈമുതലാക്കിക്കൊണ്ട് ആ കുരുത്തക്കേടുകളിലൂടെ നമ്മുടെ ലീഡർഷിപ്പ് വളർത്തിക്കൊണ്ട് ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് 5 മിനിറ്റ് മൈക്കിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ കഴിയും. അത് തന്നെയാണ് പ്രശാന്ത് ഈ പൈലറ്റുകളിലുണ്ടായ നേട്ടം. ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ഞാൻ പറഞ്ഞതുപോലെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിനെ ഓരോ നിമിഷവും ആരെങ്കിലും ഒരു സെക്കൻഡ് ഈ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുന്നില്ലെങ്കിൽ ഓരോ നിമിഷവും അലേർട്ടാക്കാൻ നമ്മുടെ DV പോലുള്ള ആൾക്കാരുണ്ട്. DV ഉടനെ ചോദിക്കും. സ്നേഹങ്ങളും പിണക്കങ്ങളും എല്ലാം ഈ ഗ്രൂപ്പിലുണ്ട്. പിണക്കങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ വാട്സാപ്പ് ഗ്രൂപ്പിൽ വൈറലായിരുന്നു. പിണക്കങ്ങളും സ്നേഹങ്ങളും ഒത്തുമിക്ക ഒരു ഗ്രൂപ്പായിരുന്നു ഈ വാട്സാപ്പ് ഗ്രൂപ്പ്. ഈ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ഒരു ഹാറ്റ്സ് ഓഫ് ടു ലക്ഷ്മൺ. ലക്ഷ്മണാണ് ഇതിന്റെ ഒരു ഇനീഷ്യേഷൻ എടുത്തത്. അന്ന് തുടങ്ങി വെച്ച ഗ്രൂപ്പ് ഇന്ന് പരിപാടിയുമായി മുന്നോട്ട് പോകുന്നു. ദൈവത്തിനെ പോലെ ബഹുകില കോളേജ് മാനേജ്മെന്റ് പുസ്തകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. വർഷങ്ങളിൽ ഇതുപോലെ എല്ലാ വർഷങ്ങളും നമുക്ക് ഒരുമിച്ച് ഇതുപോലെ ആഗസ്റ്റ് 15 ജനുവരി 26 ഓണം വിഷു ഒക്കെ ഉണ്ടാകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാ അധ്യാപകന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഇവിടെ പലരും ടെൻഷൻ എടുത്തിരിക്കുന്നത് ആരോഗ്യ ക്ലാസ് ഒക്കെ പേരാണ് പറയാൻ പോകുന്നത്. സോ ഇത്ര കുരുത്തം കേട്ട പ്രശാന്തനെ പഠിപ്പിച്ച സാധനമാർക്ക് വളരെ നന്ദി നിങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഭാഗ്യം പിന്നെ ഇവിടെ രജിസ്റ്റർ കേട്ടത് അതിന്റെ ജനറൽ സെക്രട്ടറിയാണ്. കല അബുദാബി എന്ന സംഘടനയുടെ പ്രസിഡന്റ് കൂടിയാണ്. അതുപോലെ പയ്യന്നൂർ സർഗവേദിയുടെ പ്രസിഡന്റ് കൂടിയാണ്. അത് മാത്രമല്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഗായക സുഹൃത്തുക്കളുണ്ട് 2 പേര്. ഒന്ന് മനോജ് അന്നൂർ, അദ്ദേഹം ശാസ്ത്രീയ സംഗീതമാണ്. ഇദ്ദേഹം കൂടെ പറയാണ് അദ്ദേഹം യേശുദാസിന്റെ ശിഷ്യനും കൂടിയാണ്. അദ്ദേഹം 2 വാക്ക് നിങ്ങളോട് സംസാരിക്കും. അതിൽ കൂടുതൽ 10 വരി പാട്ട് കൂടെ പാടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹത്തോട്. പ്ലീസ്. സഹപാഠികളെ എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനൊരു കൂട്ടായ്മ ഇവിടെ ഉണ്ടാക്കുകയും എല്ലാവരെയും വിളിച്ചു വരുത്തി ഇവിടെ ഇങ്ങനൊരു സംഗമം വേദി സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തതിൽ അതിൻ്റെ സംഘാടകർ ആദ്യമേ എന്ന് പറയുന്നു. എത്രയോ വർഷം മുമ്പത്തെ ഓർമ്മകൾ ഈയൊരു സുപ്രഭാതത്തിൽ പുതുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പറഞ്ഞു തരാൻ പറ്റാത്തൊരു വികാരമായിട്ടില്ല. എനിക്ക് പണ്ടത്തെ ആ ക്ലാസ്സുകൾ ഓർക്കുമ്പോൾ രാജീവമാർത്തെ മിലിറ്റന്റ് സോയിൽ എക്സ്പീരിയൻസ് അത് മരിച്ചാൽ എനിക്ക് മറക്കില്ല. അതുപോലെ സുകുമാര മാഷ പിന്നെ 2 കാന്തം വെച്ചിട്ട് അതിന്റെ ചുറ്റും മറ്റേ ചിത്രം വരേണ്ട പരിപാടി. അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇതുള്ളൂ. അത് അന്ന് അങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പോൾ ആ അധ്യാപകന്മാരുടെ യൂസി ടീച്ചറുടെ
പിന്നെ കെമിസ്ട്രിയിലുള്ള പിന്നെ പിന്നെ ക്ലാസ്, പിന്നെ ഇത് ഇത്ര കാര്യം അത് മോണ്ടി ക്രിസ്റ്റോ എന്നൊരു എല്ലാ ദിവസവും രാവിലെ ഭിക്ഷയാടത്തിന് പോകുമ്പോഴേ തീർച്ചയായിട്ടും പോവാം. അപ്പൊ അദ്ദേഹം പ്രവാസം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. കുറെ വേദി ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ഒന്നുകൂടെ ആശംസിക്കുന്നു. സീനെ വിളിക്കുകയാണ് ലേഡി. സീനെ ചായ കുടിച്ചുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഹനീഫയെ വിളിക്കുകയാണ്. ഹനീഫ, 2 വാക്ക് ഇവിടുത്തെ പ്രശാന്തനെ പോലെ എന്താണ്? അങ്ങനെയായ വിദ്യാർത്ഥി സുഹൃത്തുക്കളാണ് തന്നെ ഈ ഒരു അവസരം ഞാൻ മറ്റുള്ള സുഹൃത്തുക്കളുള്ള ദേശത്താണ്, ദുബായിലാണ്. ദുബായിൽ 2 മണിക്കൂർ ദൂരെയുള്ള ലക്ഷ്മൺ അറേഞ്ച് ചെയ്യുന്ന ഒരു പദ്ധതി ഇവിടെ വന്നാണ് ഞാൻ അറിഞ്ഞത്. എൻ്റെ സുഹൃത്ത് പ്രതികളുണ്ട്. ഈ ഒരു അവസരം ഞങ്ങളെ വിട്ടുപോയ അധ്യാപകരെയും അതോടൊപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചില സുഹൃത്തുക്കൾ, എനിക്കറിയുന്ന ഒരു സുഹൃത്തും ഞങ്ങളെ വിട്ടുപോയി. ഇവിടെ ഞങ്ങളെ പിരിഞ്ഞിരിക്കുന്നതാണ് ഈ ലോകത്തോട്. അവരെ സ്മരിച്ചുകൊണ്ട് ഇങ്ങനെയൊരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ച എൻ്റെ മറ്റു സുഹൃത്തുക്കളെ പലരെയും ഞാൻ 20 വർഷത്തിന് ശേഷമാണ് പല ഫേസുകളും കാണുന്നത്. ഇങ്ങനൊരു അവസരം കൊണ്ട് ഉണ്ടാക്കിയ കോളേജ് അധികൃതർ എന്നുള്ള ഫോമാണത്. അത് നിങ്ങൾ കൃത്യമായിട്ട് പൂരിപ്പിച്ച്, അക്ഷരത്തെറ്റുകളൊന്നും ഉണ്ടാവാൻ പാടില്ല, പൂരിപ്പിച്ച് കൃത്യമായിട്ട് തിരിച്ചേൽപ്പിക്കണം. ഇനി ഞാൻ സീനിയെ ക്ഷണിക്കുകയാണ്. എല്ലാവരും ചാരിത്രത്തിലാണെന്ന് തോന്നുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 89-91 ബാച്ചിലെ പെൺകുട്ടികളെന്ന് തന്നെ ഞാൻ പറയും. പെൺകുട്ടികളുടെ പ്രതിനിധി ആയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ 3rd ബാച്ച്, സെക്കൻഡ് ഗ്രൂപ്പ് 3rd ബാച്ചിലായിരുന്നു. പലർക്കും അറിയുന്നുണ്ടാവില്ല, ഞാൻ പയ്യന്നൂർക്കാരി തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു 24 വർഷത്തിന് ശേഷം അവരുടെ സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ അവർ പഠിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവർ സംഘടിപ്പിച്ച ഈ ഒരു സംഗമത്തിൽ താങ്കളുടെ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ പ്രൗഢഗംഭീരമാക്കിയ നമ്മുടെ എല്ലാ അധ്യാപകരോടും എല്ലാ ഹൃദയം നിറഞ്ഞ നന്ദി ആദരവോടെ അറിയിക്കുകയാണ്. എന്താ പറയുക, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ നമ്മളിൽ പലർക്കും വരാൻ തന്നെ ഇവിടെ പറ്റിയില്ല. പക്ഷെ എങ്കിലും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനും ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം ഒരു ഏകദേശം ഈ പയ്യന്നൂർ കോളേജ് വിട്ട ശേഷം നമ്മൾ പലരും, അതായത് കോളേജിന് ശേഷം ഞാൻ പോളിടെക്നിക്കിലായിരുന്നു, ഡിപ്ലോമ ചെയ്തു. അതിനുശേഷം ജോലി സംബന്ധമായും അതേപോലെ കുറച്ചു കാലം ഇവിടെ സ്ഥലത്തില്ലായിരുന്നു. അതുപോലെ വീണ്ടും തിരിച്ചു വന്നു. അതിനുശേഷം ഞാൻ കാണുന്ന പയ്യന്നൂരിൽ പലപ്പോഴും കാണുന്ന ഒരു മുഖം പ്രശാന്തിൻ്റെ ആയിരുന്നു, നേരത്തെ പറഞ്ഞ മാതിരി. അപ്പോൾ അവൻ കാണുമ്പോഴൊക്കെ പ്രശാന്ത് പറയുമായിരുന്നു, ഇങ്ങനെയൊരു നമ്മുടെ ഒരു ഒത്തുചേരൽ, അതായത് ആദ്യം തീരുമാനിച്ചത് എനിക്ക് തോന്നുന്നു നമ്മുടെ DMLP പയ്യന്നൂർ DMLP സ്കൂളിലെ ഒരു കൂട്ടായ്മയായിരുന്നു ആദ്യം ആലോചിച്ചത്. പക്ഷെ പിന്നീടാണത്, എങ്കിലും ഞാൻ ഇടയ്ക്കിടെ പറയുമായിരുന്നു എന്തായി ചോദിക്കും. അപ്പോഴാണ് ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ പയ്യന്നൂർ കോളേജിൻ്റെ ഒരു നമ്മുടെ ബാച്ചിലെ സംഗമമായി മാറ്റുകയാണെന്നൊക്കെ അറിയാൻ പറ്റും. പിന്നെ വളരെ സ്ട്രിക്റ്റ് ആയ ഒരു കോളേജ് ക്യാമ്പസാണ്. അതുകൊണ്ട് തന്നെ ഒരു കോളേജിൻ്റെ അതേപോലെ എന്നെപ്പോലെയുള്ള ഒരു വ്യക്തിയും അവിടെ വളരെ സീനിയർ ആയിട്ടാണ് അവിടെ കാണുന്നത് തന്നെ. അതുകൊണ്ട് ഒരു കോളേജ് ലൈഫ് ആസ്വദിക്കുന്നതെന്ന് ഞാൻ പറയുന്നത്. എങ്കിലും അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ ഇപ്പോഴും കഴിയുന്നത്. പക്ഷെ എനിക്ക് അതുപോലെ തന്നെ ജസ്റ്റ് കഴിഞ്ഞ ദിവസമായിരുന്നു പയ്യന്നൂർ പോളിടെക്നിക്കിലെ വിദ്യാർത്ഥിനികളുടെ സംഗമം നടന്നത്.
അതുപോലെ ഞങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് കമ്പനി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെതായ വളരെ തിരക്ക് പിടിച്ച ഒരു സമയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എങ്കിലും ഇന്ന് 2 ദിവസമായിട്ട് ഞാനിങ്ങനെ ഒരു എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കൈകെട്ടിയിരിക്കുമല്ലോ, ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ. അപ്പോഴാണ് ഞാൻ സുരേഷ് വിളിച്ചപ്പോൾ പറഞ്ഞത് എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. ഞാൻ പറഞ്ഞു തീർത്തും അതെ, അതായത് എന്താണെന്നറിയില്ല, വളരെ ഒരു കാര്യം ചെയ്യാനും തോന്നില്ല. നാളെ ആരെ കാണാൻ പറ്റും, ആരെയൊക്കെ കാണാൻ പരിചയപ്പെടാൻ പറ്റുന്നൊക്കെയുള്ള പ്രതീക്ഷയോടെ ഈ ദിവസത്തിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു സംഗമത്തിന് നമ്മുടെ അധ്യാപകർ എല്ലാവരെയും ബഹുമാനിക്ക് ഓണർ ചെയ്യുന്ന ഒരു ചടങ്ങുണ്ടെന്ന് പറഞ്ഞു. അതിന് വളരെ സന്തോഷം തോന്നി. അതുപോലെ നമ്മുടെ അധ്യാപകരൊക്കെ വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ സന്നിഹിതരാവും ചെയ്തിട്ടുണ്ട്. പയ്യന്നൂർ കോളേജിന്റെ ആ കാലഘട്ടത്തിലെ ഓർമ്മകളെന്ന് പറയാൻ വേണ്ടി മാത്രം എനിക്ക് അത്ര വലിയൊരു ഓർമ്മകളൊന്നും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ എങ്കിലും ഈ ഒരു സംഗമവേദി കോളേജിന്റെ മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം പയ്യന്നൂർ DMLT സ്കൂളിലെ ഒരുപാട് കുട്ടികൾ കൂടി ഇവിടെ ഉണ്ട്. ഞാനതിന് ഒരു അൺഒഫീഷ്യൽ MC ആയിട്ട് പ്രവർത്തിക്കുകയാണെന്ന് എനിക്ക് തോന്നിയപ്പോൾ. സോ ഇവിടെ പ്രശാന്ത് കുസൃതി പറഞ്ഞു, എനിക്ക് പറയാൻ കുസൃതി, ഞാൻ വളരെ നല്ലൊരു പാവം പയ്യനായിരുന്നു. പ്രൊഫസറൊക്കെ സമ്മതിക്കും. രാവിലെ 8 മണിക്ക് ക്ലാസ്സിൽ വരുന്നു, 1 മണിയാകുമ്പോഴേക്കും ഇവിടെ ഓടിപ്പോകുന്നു. പക്ഷെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് കണ്ട ചില സിനിമകൾ കണ്ടപ്പോൾ ഇച്ചിരി കുസൃതി തലകളൊക്കെ ചെയ്യാമായിരുന്നു. അതുപോലെ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ ചില കുസൃതികൾ കേട്ടപ്പോൾ അത് ഒരു 1% ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല. 41 വയസ്സായി, ചെയ്യാൻ പറ്റില്ല. അപ്പം 2 മക്കളുണ്ട്, അവരോട് ഇങ്ങനെ അത്യാവശ്യം കുസൃതികളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ചെറുങ്ങനെ സപ്പോർട്ടൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും. പക്ഷെ അതൊരു പരിധി കടന്നിട്ടുള്ള കുസൃതി തരങ്ങൾ ഞങ്ങൾ തയ്യാറാവില്ല. എനിവേ, ഞാൻ അടുത്തതായിട്ട് വിളിക്കാൻ പോകുന്നത് ഒരു കലാകാരനാണ്. അദ്ദേഹം എന്താ പറയാ, ഹീസ് എ കൈൻഡ് ഓഫ് വാട്ട്, നിമിഷഹാസ്യം, നിമിഷവാചകം, അതിലൊക്കെ നൈപുണ്യം. അദ്ദേഹം അഭിഭാഷകനാണ്, വളരെ പേരുകേട്ട ഒരു അഭിഭാഷകനാണ് എറണാകുളം ഹൈക്കോടതിയിൽ. അദ്ദേഹം പയ്യന്നൂർക്കാരനാണ്. Can you guess the name? Yes, he is ജയകുമാർ നമ്പൂതിരി. അദ്ദേഹം നിങ്ങളുടെ മുമ്പിൽ രണ്ട് വാക്ക് സംസാരിക്കുന്നു.